വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇന്നലെ വീഡിയോ ഇടാത്തത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി എന്താണോ അവർ ക്രിയേറ്റ് ചെയ്തത് അത് അവസാനിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. 2-3 ദിവസം കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഹെവി എനർജിയാണ്. ഒരു ടവർ മൂവ്മെൻറ്റിൽ കൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടുന്നത്. അവരുടെ എനർജി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇവർ എന്താണോ ക്രിയേറ്റ് ചെയ്തത് അതിപ്പോൾ എൻഡാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അത് എൻഡാക്കുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ തുടക്കം നിങ്ങളുമായിട്ട് കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്തായാലും എനിക്ക് എൻ്റെ പേഴ്സണ് ക്ലാരിറ്റി കൊടുക്കണം എന്നാണ്. അപ്പോൾ അങ്ങനൊരു തീരുമാനം ഇവരുടെ മനസ്സിലെടുത്തു കഴിഞ്ഞു. ഇവർ എന്തായാലും ഒരു ക്ലാരിറ്റി എൻ്റെ പേഴ്സണ് കൊടുക്കണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവർ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് ക്ലിയർ കട്ട് ആവണമെന്നാണ്. അതായത് ഒന്നുകിൽ രണ്ടുപേരും ബാലൻസിൽ പോകണം, ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡായി ഒരാളുമായിട്ട് ബാലൻസിൽ പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒരു ക്ലാരിറ്റി ഇവർക്ക് വേണം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആഗ്രഹം സാധിച്ചെടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നാണ്. ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള കർമ്മയാണ് അസോസിയേറ്റ് ആയിട്ടുള്ളത് എങ്കിൽ പോസിറ്റീവായിട്ടായിരിക്കും എനർജി വരിക. നെഗറ്റീവായിട്ടുള്ള കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ നെഗറ്റീവായിട്ടായിരിക്കും എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത്. അപ്പോൾ കർമ്മ ഫലം അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊണേറ്റ് ആകുന്നത്. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നാവും. ആർക്കും നിങ്ങളെ തടുക്കുവാൻ ആവത്തില്ല. അപ്പോൾ കാരണം ഡെസ്റ്റിനിയിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒന്നാകണമെന്നാണുള്ളത്. അപ്പോൾ ആര് വിചാരിച്ചാലും ഒന്നും നടക്കത്തില്ല, നിങ്ങൾ തമ്മിൽ ഒന്നാവുക തന്നെ ചെയ്യും. ഇവിടെ ഡെസ്റ്റിനി നിങ്ങളുടെ പേഴ്സണുമായിട്ടല്ല നിങ്ങൾക്ക് കണക്റ്റായിട്ട് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതാണ്. മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ്, അതായത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കത്തില്ല, മാരേജിൻ്റെ ഡിസിഷൻ എടുക്കുന്നില്ല, വീട്ടിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നു എന്ന്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടല്ല നിങ്ങളുടെ ഡെസ്റ്റിനി എങ്കിൽ അപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇവിടെ ഒരു സൈക്കിൾ എൻഡ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഡിസ്ട്രക്ഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻഡ് ആകും. അല്ല നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി ഉണ്ട് എങ്കിൽ നിങ്ങൾ തമ്മിൽ മാരേജ് ആവും. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. മറിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് ലോങ് ടേം ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും ഇവർ എടുക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ 2 സിറ്റുവേഷനിൽ ബാലൻസായി പോയതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡാക്കിയാൽ അതർ സിറ്റുവേഷൻ ഇവർ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2 സിറ്റുവേഷനും ബാലൻസിൽ കൊണ്ടുപോയത്. ഇപ്പോൾ ഇവർ ആരെയും പേടിക്കുന്നില്ല. എന്തായാലും ഒരു സിറ്റുവേഷൻ എൻഡാക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വിക്ക് ഡിസിഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ട്രാപ്ഡ് സിറ്റുവേഷൻ അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏത് ബന്ധനത്തിലാണ് ഇവർ ഇത്രയും കാലം ട്രാപ്പായി കിടന്ന ആ ഒരു ബന്ധനത്തിൽ നിന്ന് ഇവർ പുറത്തു വരുവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരുമായിട്ടാണോ ഇത്രയും കാലം ബന്ധം വച്ചത് അത് കാർമിക് ബന്ധം ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. ഇവിടെ കപ്പിളിൻ്റെ കാർഡ് പറയുന്നത് കുറേ യൂണിയൻ ഉണ്ടാകും എന്നാണ്. പക്ഷേ നിങ്ങളുമായിട്ട് എന്ത് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടാണ് ഉള്ളത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്? ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഒന്നാകുന്നു എന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്നാകും. അല്ല നിങ്ങളുമായിട്ട് ഒന്നാവുകയല്ല ഉള്ളത് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായി പിരിയുകയായിരിക്കും ചെയ്യുക. നിങ്ങളുടെയും അവരുടെയും ഡെസ്റ്റിനിയാണ് നിങ്ങൾ തമ്മിൽ ഒന്നാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ വലിയൊരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ആരുമായിട്ടാണ് അവരുടെ കർമ്മം പൂർണ്ണമായത് അവരെ ഇവർ റിലീസാക്കും. ഇനി ആരുടെ കൂടെയാണോ യൂണിയൻ ഉള്ളത് അവരുമായിട്ട് ഉറപ്പായിട്ടും യൂണിയൻ ആകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ സന്തോഷം വരാൻ പോവുകയാണ്. ഏത് തേർഡ് പാർട്ടി ആയാലും ഒന്നുകിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം സമ്മതിക്കും, ഇല്ല എങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എൻഡിങ്ങിൻ്റെ ആ ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ പോവുകയാണ്. അതിനു വേണ്ടിയാണ് ആ ഒരു സിറ്റുവേഷനെ എന്താക്കുന്നത്. ഇവിടെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇവർ സമ്മതിച്ചോ എന്നുള്ള രീതിയിൽ കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഫാമിലി നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു എന്നുള്ള രീതിയിൽ. ഇവിടെ കൂടുതൽ എനർജി നിങ്ങളുടെ ഫേവറിലാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ഒന്നുകിൽ ക്യാഷിൻ്റെ പ്രശ്നമുണ്ട്, അത് കാരണമാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സെപ്പറേഷൻ പിണക്കം വരാനുള്ള കാരണം. രണ്ടാമത് ഫാമിലി ഇൻവോൾവ് ആണ്. മൂന്നാമത് ഏതോ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമെന്നാണ്. 3 പ്രശ്നങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് പ്രോബ്ലംസ് ആയാലും നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്നെല്ലാം പുറത്തു വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഒരു ശരിയായ വഴി കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഹൃദയം എന്താണോ ഇവരോട് പറയുന്നത് അത് മാത്രമേ കേൾക്കുകയുള്ളൂ. ഹൃദയം ഇവരോട് നിങ്ങളെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും സക്സസ് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് സ്പിരിറ്റായിട്ടുള്ള ഗൈഡൻസ് മുഖേനയാണ്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡൻസ് ആരാണോ ഇവരെ സഹായിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഗൈഡൻസിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവിടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ നോക്കുമ്പോൾ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷനിൽ പേഷ്യൻസ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുന്നതാണ്. പക്ഷേ കുറച്ചൊന്ന് നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. എന്തോ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചതിന് ശേഷമാണ് ആ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുക. കാരണം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു മോശമായ സമയത്തിൽ കൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചൊരു സമയം നിങ്ങൾ കൊടുക്കുക. പേഷ്യൻസായിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോവുക. ഈ ഒരു സമയം നിങ്ങൾ അവരെ തനിച്ച് വിട്ടേക്കുക. കാരണം അവരുടെ ആ ഒരു സിറ്റുവേഷൻ അവർ സ്വയം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യട്ടെ. നിങ്ങൾ അതിൽ ഇടപെടാനൊന്നും പോകണ്ട. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ കുറച്ച് ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. ആ ഒരു ഡിസ്ട്രക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിഷമം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥയിൽ വിടുകയാണ് നല്ലത്. കാരണം നിങ്ങൾ കൂടുതലായിട്ട് അതിൽ കാര്യങ്ങൾ ഇടപെടാൻ പോയാൽ പിന്നെ കൂടെ കാര്യങ്ങൾ വഷളാകും. അതുകൊണ്ടാണ് ഇവിടെ 6 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി 6 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും. മാക്സിമം നിങ്ങൾ ഈ ഒരു 6 ഡേയ്സിൽ നിങ്ങളുടെ പേഴ്സണോട് കുറച്ച് മാത്രം സംസാരിക്കുക. അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കോളോ മെസ്സേജോ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സംസാരിക്കുക. അല്ലാതെ ആവശ്യമില്ലാതെ അവരുടെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ പോകരുത്. കാരണം അവരുടെ ആ ഒരു എനർജി വളരെ ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. നിങ്ങൾ ഒന്നിനും അവരെ ഫോഴ്സ് ചെയ്യാൻ പോകരുത്. അവർക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്ന് തോന്നുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ ഹെൽപ്പ് ചോദിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് പോകരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.